ഗുഡ് ഡേ ഓൾ. എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഓസിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. നമ്മുടെ NCERTയിലെ പാർട്ട് 2 വരുന്നൊരു ചാപ്റ്ററാണ്, +1 ചാപ്റ്ററാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ഇനി SHM നമ്മൾ കുറേ ക്വാണ്ടിറ്റീസ് ഒന്ന് അറിഞ്ഞിരുന്നാലേ നമ്മളിപ്പോൾ ആ ഒരു ഓരോ ടേം, ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റീസ് പറഞ്ഞു, എന്നാലും നമ്മൾ ഇത്രയും കൂടെ അറിഞ്ഞിരുന്നാലേ ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഹാർമോണിക് ഓസിലേറ്റർ എന്താണ്? അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കും ഹാർമോണിക് ഓസിലേറ്റർ. ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ പെൻഡുലം എടുക്കുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങനെ ടു ആൻഡ് ഫ്രോ അത് എക്സിക്യൂട്ട് ചെയ്യും, അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ആ സിമ്പിൾ പെൻഡുലത്തെ നമുക്ക് പറയാം അതൊരു ഹാർമോണിക് ഓസിലേറ്റർ ആണ്. അപ്പോൾ ഒരു SHM എക്സിക്യൂട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ നമുക്കൊരു ലോഡഡ് സ്പ്രിങ്ങിനെയും എന്തെന്ന് പറയാം, ഹാർമോണിക് ഓസിലേറ്റഡ്. കാരണം ഒരു സ്പ്രിങ്ങിനകത്തൊരു മാസ് ലോഡ് ചെയ്യുമ്പോഴും അത് ടു ആൻഡ് ഫ്രോ മോഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. അത് എന്താണ്? ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആണ്. അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ പഠിച്ചു മീൻ പൊസിഷനിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് എത്രമാത്രം എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു, എത്ര ഡിസ്റ്റൻസ് ആണ് മീൻ പൊസിഷനിൽ നിന്നും ആ പാർട്ടിക്കിൾ കവർ ചെയ്തത്, അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനിയിപ്പം നമ്മൾ യൂഷ്വലി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യലും ഫൈനലും പൊസിഷനും ഉള്ളൊരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അങ്ങനെ ഒരു ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷെ അങ്ങനെ മാത്രമല്ല, ഇപ്പം AC-യുടെ ഒക്കെ കേസിൽ നമ്മളിവിടെ വന്ന വോൾട്ടേജ്, ഇപ്പം നമുക്ക് AC അറിയാം, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അല്ലേ, ഇങ്ങനെയുള്ള ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു കറണ്ട് അല്ലേ AC. അപ്പോൾ ഈ AC-യുടെ കേസിൽ അവിടെ ഒരു വോൾട്ടേജിലുണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഈ കപ്പാസിറ്റർ ഒക്കെ കേസിൽ വോൾട്ടേജ് വേരിയേഷനും നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയാം. ഓരോ രീതി പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ ഡിസ്റ്റൻസ് മാത്രമല്ല, നമുക്ക് വോൾട്ടേജിൻ്റെ വേരിയേഷനെയും ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയാം. ഓക്കെ, അങ്ങനെ. ഇനി നമുക്കറിയാം സൗണ്ടിൽ പ്രഷർ വേരിയേഷൻ ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മളൊരു സൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബാൻഡ് പോലല്ലേ നമുക്ക് സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല പ്രഷർ കൂടിയ ഹൈ പ്രഷർ റീജിയനും ഇത് പ്രഷർ കുറഞ്ഞ ലോ പ്രഷർ റീജിയനും അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ കംപ്രഷൻ എന്നും ഇതിനെ റെയർഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടുത്തെ ഒരു പ്രഷറിൻ്റെ ബേസിലല്ലേ നമ്മൾ സൗണ്ടിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സൗണ്ടിൻ്റെ ഇടയിലുള്ള പ്രഷർ വേരിയേഷനെയും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇനി നമ്മളിപ്പോൾ നമുക്കറിയാം ഒരു സൗണ്ട് എന്ന് പറയുന്നത് അല്ലെ, ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് ഒരു EM വേവ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ അതിന് ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഒരു EM വേവ് ആയതുകൊണ്ട്, ലൈറ്റ് ഒരു EM വേവ് ആയതുകൊണ്ട് അത് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ചിനെയോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചേഞ്ചിനെയോ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയാം. സോ ഡിസ്റ്റൻസിൻ്റെ ചേഞ്ച് മാത്രമല്ല, പ്രഷറിൻ്റെ വേരിയേഷനും അതുപോലെ വോൾട്ടേജിൻ്റെ വേരിയേഷൻ, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ, ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ, എല്ലാത്തിനെയും നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റും? ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു എക്സാമ്പിൾ എഴുതിയത്. അല്ലാതെ നമ്മൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു ഡിസ്റ്റൻസിൻ്റെ വേരിയേഷൻ മാത്രമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഐഡിയ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ ഈ ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്തത്. ഓക്കെ, ഇനി ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ അതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്നുമുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ അണ്ടർലൈൻമെൻറ്റ് കേട്ടോ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അതാണ് എക്സ് മാക്സ് എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ്, ചെറിയ എക്സ് മതി കേട്ടോ. മാക്സിമം നമ്മൾ, കാരണം എക്സ് നമ്മൾ ഡിറൈവ് ചെയ്തപ്പം കുഞ്ഞ് എക്സ് അല്ലേ യൂസ് ചെയ്തത്. എക്സ് മാക്സ് എന്ന് പറയുന്നത് പ്ലസ് മൈനസ് എ ഇങ്ങനെയാണ് കേട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്ലസ് ഓർ മൈനസ് എ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലസ് വാല്യൂ അല്ലേ കിട്ടുന്നത്. ബട്ട് ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മൈനസ് വാല്യൂ അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പ്ലസ്സും ആകാം മൈനസും ആകാം. പക്ഷെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു? എ കൊണ്ട്. സോ എക്സ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി പ്ലസ് ഓർ മൈനസ് എ. പ്ലസ് എന്ന് പറയുന്നത് റൈറ്റിലോട്ടായിരിക്കുമ്പോൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ, മൈനസ് എന്ന് പറയുന്നത് അതിനെ ലെഫ്റ്റിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യിക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഓസിലേഷൻ ഓർ എ സൈക്കിൾ.
One complete back and forth motion of a particle starting and ending at the same point. ഒരേ പോയിന്റിൽ നിന്നും ഒരു ബാക്കും ഒരു ഫോർത്തും മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ മെയിൻ പൊസിഷൻ നോക്കുന്നു. ഈ ഒരു പൊസിഷനിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് ഞാൻ ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു, ഒരു 2 മോഷൻ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ടേക്ക് വരത്തില്ലേ? പക്ഷേ ഇത് തിരിച്ചു വരുന്നത് ഒരു മോഷനല്ലേ ആയുള്ളൂ. ഓക്കെ, ഒരു മുന്നോട്ട് പോയ മോഷൻ, ഒരു 2 മോഷൻ പോയി, അതിൻ്റെ റിസൾട്ട് കൊണ്ട് ഓൾറെഡി ഇങ്ങോട്ടേക്ക് ഒരു ബാക്ക് മോഷൻ. ഇനി വീണ്ടും എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫ്രോ മോഷൻ പോകുന്നു, വീണ്ടും ആ ഒബ്ജക്റ്റ് തിരിച്ച് ഈ പൊസിഷനിലേക്ക് എത്തുന്നു. ഇപ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആയത്, ഒരു ഓസിലേഷൻ. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നു, അങ്ങോട്ട് പോകുന്നു, തിരിച്ചെത്തുന്നു, വീണ്ടും അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നു, മെയിൻ പൊസിഷനിലോട്ട് എത്തുന്നു. ഇപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓസിലേഷൻ. ചിലർ കരുതും ഈ പോയിന്റിൽ നിന്ന് എത്തുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, കംപ്ലീറ്റ് ആവില്ല. നമ്മളെ കേസിൽ ഇപ്പം നമ്മൾ സ്കൂളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളിതിനെ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എൻഡ് പോയിന്റിൽ നിൽക്കുന്നു. ആ എൻഡ് പോയിന്റിൽ നിന്ന് ആ ഒബ്ജക്റ്റ് സെൻറ്ററിൽ വരുന്നു, സെൻറ്ററിൽ നിന്ന് അടുത്ത എക്സ്ട്രീം പോയിന്റിൽ എത്തുന്നു, സെൻറ്ററിൽ വരുന്നു, വീണ്ടും ആ പൊസിഷനിൽ എത്തുമ്പോഴല്ലേ അത് കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് പോയി വീണ്ടും ആ പൊസിഷനിലെത്തി അടുത്ത എക്സ്ട്രീം പോയിന്റിൽ നിന്നും മെയിൻ പൊസിഷനിലെത്തണം. സോ ഒരു മെയിൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ മെയിൻ പൊസിഷനിൽ നിന്നും ഒരു എക്സ്ട്രീമിൽ പോയി വീണ്ടും അടുത്ത എക്സ്ട്രീമിൽ പോയിട്ട് മെയിൻ പൊസിഷനിൽ എത്തുന്നതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈം പീരീഡ്. നമുക്കറിയാം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ ടൈം പീരീഡ് ആയിരിക്കും അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ടൈം ഇൻ്റർവൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ ടൈം ഇൻ്റർവലാണ് ഈ ഓസിലേഷൻ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഏറ്റവും ചെറിയ ടൈം ഇൻ്റർവലാണ് ടൈം പീരീഡ് ഒമേഗ. ഓക്കെ, ഒമേഗയും ടൈം പീരീഡ് ഒമേഗ അല്ല കേട്ടോ, ടൈം പീരീഡ് ടി. ടൈം പീരീഡ് ടി ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്, അതിനെ ടി. ഈ ടിയും നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയും നമ്മൾ റിലേറ്റ് ചെയ്തല്ലോ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആയിരുന്നു, എഫിന് വരും 1/t. ഇപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t എന്നുള്ള ഈ ഒരു ഇക്വേഷനും നമ്മൾ ഓർത്തിരിക്കുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഉപയോഗിച്ച ഇക്വേഷനില്ലേ, അത് ആ രീതിയിൽ പറഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഓസിലേഷൻസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം ബൈ എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിൾ എത്രമാത്രമാണോ ഓസിലേഷൻസ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം അല്ലേ. സോ ഒരു സെക്കൻഡിൽ എത്രമാത്രം ഓസിലേഷൻസ് ആണോ ഒരു പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t. അപ്പോൾ അതിനുള്ള യൂണിറ്റ് ആണ് ഇത് വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റേസ് ടു മൈനസ് 1, s⁻⁻1 ഓർ സൈക്കിൾസ് പെർ സെക്കൻഡ് ഓർ ഹെൻറിച്ച് ഹെർട്സിൻ്റെ പേരിലുള്ള ഹെർട്സ്. ഈ 3 യൂണിറ്റ്സ് നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫ്രീക്വൻസീസ് യൂണിറ്റ് ഒന്ന് എടുത്തെഴുതിയേക്കാണ്. (10⁻⁻1) സൈക്കിൾസ് പെർ സെക്കൻഡ് ഹെർട്സ്. ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, നമ്മൾ നോർമൽ ഫ്രീക്വൻസിയെ 2n അല്ല കേട്ടോ, 2π ആണേ. 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. 2πf എന്ന് നമ്മൾ പഠിച്ചില്ലേ. എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, നമ്മൾ ന്യൂ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഈ വി നമ്മളിങ്ങനെ ഒരു വി പോലെ എഴുതി ഇങ്ങനെ എഴുതുന്നതാണ് കേട്ടോ ന്യൂ എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ അത് വി ആയിട്ട് തോന്നും, ബട്ട് അല്ല, ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തിട്ടാണ് അത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനൊരു സിമ്പലും കൂടെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം കൊടുക്കുന്നത്. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനൊരു സിമ്പലൂടെ കൊടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. സോ ഒമേഗ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നതിന് ഒമേഗ എന്നാണ് കേട്ടോ പറയുന്നത്, ഒമേഗ. സോ ആംഗുലാർ ഫ്രീക്വൻസി ഓർ ഒമേഗ ഈസ് റെപ്രസെൻറ്റഡ് ആസ് the product of 2π and frequency. 2πf അല്ലെ 2π ന്യൂ. ന്യൂവിന് 1/t എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π/t. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ്.
ഓക്കെ, അടുത്തതാണ് ഫേസ്. ഫേസ് എന്താണ്? അതായത് നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ കോസിൻ്റെ അകത്ത് നമ്മുടെ ആ കോസിൻ്റെ അകത്ത് ഫുള്ള് വരുന്ന ബ്രാക്കറ്റിൽ വരുന്ന ഇത്രയും ടേം ഞാൻ പറഞ്ഞില്ലേ ആംഗിൾ ആണെന്ന്. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ഫേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫേസ് എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ്. അത് ഏത് ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവണം. അതിനാണ് ഫേസ് യൂസ് ചെയ്യുന്നത്. അതായത് ഏത് ആംഗിളിലാണ് ആ ഒബ്ജക്റ്റ് മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പൊസിഷനിലും നമ്മുടെ ഒരു പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫേസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് സൈൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ ഒക്കറിങ് ഇൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. അതായത് നമ്മൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ സൈൻ്റെയോ, ഇതിപ്പോൾ സൈൻ്റെ ടേമിലാണ്, പക്ഷേ നമുക്ക് കോസിൻ്റെ ടേമിൽ നമുക്ക് എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ല സോറി, തന്നിരിക്കുന്നത് കോസിൻ്റെ ടേമിലാണ്, നമുക്ക് സൈൻ്റെ ടേമിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസിലും നമ്മൾ ആ സൈൻ്റെയോ കോസിൻ്റെയോ ഒക്കെ കൂടെ ഒരു ബ്രാക്കറ്റിൽ വരുന്ന ഫംഗ്ഷൻ ഇല്ലേ, ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിളാണ് കേട്ടോ. ആ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൽ വരുന്ന ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് ω t + φ0. ഇനി φ0 എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ ഫേസ് ആണ്, അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇനിഷ്യലി അതിൻ്റെ ഫേസ് എന്താണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ടൈം സീറോ എന്ന് പറഞ്ഞാൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ഫേസ് ആ ഒബ്ജക്റ്റിനുണ്ട്, അതാണ് φ0. ഒമേഗ നമ്മൾ പഠിച്ചു, ആംഗുലർ ഫ്രീക്വൻസി, ടി എന്ന് പറയുന്നത് ടൈമാണ്. ഇനി കുറച്ച് പ്രോബ്ലംസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഓരോ പ്രോബ്ലംസും നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, a simple harmonic motion is represented by x is equal to 10 sin 20t plus 0.5. Write down its amplitude, angular frequency, time period, initial phase if displacement is measured in meters and time in seconds. Okay, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണേ കേട്ടോ. കാരണം മീറ്ററിലാണോ സെൻറ്റിമീറ്ററിലാണോ ഒക്കെ തന്നിരിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് നോക്കിയിട്ടേ ചെയ്യാവൂ. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് റിപ്രസെൻ്റ് ചെയ്തത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം നമ്മൾ പഠിച്ച എക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ പഠിച്ചത്. എക്സ് എ സൈൻ ω t + φ0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ω t + φ0. അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ തന്നെ തന്നിരിക്കുന്നു. ഈ എക്സ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, എക്സ് ക്വസ്റ്റ്യനിൽ പറയുന്നു എക്സ് മീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്. അതായത് ഈ എക്സ് തന്നിരിക്കുന്നത് എക്സ് മീറ്റേഴ്സിലുമാണ് തന്നിരിക്കുന്നത്, ടൈം അവിടെ സെക്കൻഡിലുമാണ്, ടി സെക്കൻഡിലുമാണ് കേട്ടോ തന്നിരിക്കുന്നത്. ടൈം സെക്കൻഡിലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു എക്സ് മീറ്ററിലും ടൈം സെക്കൻഡിലും തന്നിരിക്കുന്ന ഒരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ഇക്വേഷൻ എഴുതുക. ഓൾറെഡി ക്വസ്റ്റ്യനിൽ സൈൻ തന്നുകൊണ്ട് നമുക്ക് സൈനിൽ അറിയാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതണം. എന്നിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ω t + φ0. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ω t + φ0. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് നമ്മൾ അതുപോലെ എഴുതുക. 10 ഇവിടെ അല്ലായിരുന്നു കേട്ടോ ബ്രാക്കറ്റിൽ, നമ്മൾ ബ്രാക്കറ്റ് സൈൻ്റെ ഒക്കെ ആംഗിളിൻ്റെ ടേമിലല്ലേ കൊടുക്കണ്ടേ, അപ്പോൾ എനിക്ക് തിരിഞ്ഞു പോയത് ഇങ്ങനെ കൊടുക്കണ്ടേ. ഓക്കെ, എ സൈൻ 20t + 0.5. ഇനി ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ
എഴുതിക്കുക, അപ്പം തന്നെ കണ്ടോ പെട്ടെന്നൊരു സ്റ്റെപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. നമ്മൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ എഴുതുക, തന്നിരിക്കുന്ന ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്യുക. ഇനി നോക്കിയാൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം, ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എത്ര, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് സെയിം തന്നെ കിടക്കുന്ന ക്വാണ്ടിറ്റി ഇതല്ലേ 10. സോ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 10 ആണ്. 10 എല്ലാം മീറ്ററിൽ വന്നുകൊണ്ട് ഇത് മീറ്റർ, 10 മീറ്റർ. ഓക്കെ. സെക്കൻഡ് ക്വാണ്ടിറ്റി ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഒമേഗ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏത് ടേം ഒമേഗയായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു? ഒമേഗയായിട്ട് ഇക്വേറ്റ് ചെയ്തതാണ് ഈ ടേം. അപ്പോൾ ഒമേഗയുടെ വാല്യൂ എന്ത് കിട്ടി? 20. ഓക്കെ. യൂണിറ്റ് നമുക്കറിയാം എന്താ? റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ. അടുത്തത് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷനോട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾക്ക് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് 2πf അല്ലേ? അങ്ങനെയാണ് എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒമേഗയെ നമ്മൾ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒമേഗ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ആണ്. 20നെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10. 20/2 10. 10/π എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. എഫ് എന്ന് പറയുന്നത് ω/2π ആണ്. ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു 20/2π. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 10/π എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്തി, ആംഗുലാർ ഫ്രീക്വൻസി കണ്ടെത്തി, ഫ്രീക്വൻസി കണ്ടെത്തി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമ്മൾ ഒമേഗ ഇസ് ഇക്വൽ ടു 2π/t എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഒമേഗ ഇസ് ഇക്വൽ ടു 2π/t. അങ്ങനെയാണ് ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2π/ഒമേഗ. 2π/ഒമേഗയുടെ വാല്യൂ 20. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം π/10. ഓക്കെ. അല്ലായിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്താലും മതി. ഓക്കെ. കാരണം ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് വേണേൽ ചെയ്യാം. കാരണം ഒമേഗയുടെ നമ്മൾ പഠിച്ചല്ലോ, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ടൈം പീരീഡ് എന്ന് പറയുന്നത് π/10. 2π/ഒമേഗ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് 2π/ഒമേഗയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20. നമ്മൾ ഈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി റോങ് ആയി കഴിഞ്ഞാൽ ബാലൻസ് സ്റ്റെപ്പിലും ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ റോങ് ആയിപ്പോൾ. അതുകൊണ്ട് ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ. ടൈം പീരീഡ് കിട്ടി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇനിഷ്യൽ ഫേസ്. ഇനിഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 50. അപ്പോൾ 50 ഡയറക്റ്റ് തന്നിട്ടുണ്ട് 0.5. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരുവിധം എല്ലാ ക്വാണ്ടിറ്റിയും ഡയറക്റ്റ് തന്നിരുന്നു. ആംപ്ലിറ്റ്യൂഡ് ഡയറക്റ്റ് തന്നു, ഒമേഗ ഡയറക്റ്റ് തന്നു. ഈ ഒമേഗ വെച്ചിട്ട് നമ്മളോട് ഫ്രീക്വൻസി ചോദിച്ചു, അത് ω/2π. അപ്പോൾ ഏത് ഇക്വേഷൻ ആണോ ചോദിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. നോർമൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഒമേഗ ഇസ് ഇക്വൽ ടു 2πf എന്നുള്ള ഇക്വേഷനും, ഇനി ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ ഇസ് ഇക്വൽ ടു 2π/t ആ ഒരു ഇക്വേഷനും വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും യൂഷ്വലി ചോദിക്കുന്നത്. സൈൻ്റെ ടേമിലോ കോസിൻ്റെ ടേമിലോ തരും. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ കണ്ടെത്തി ചെയ്യണം. ഓക്കെ. A particle execute SHM with a time period 2 seconds and amplitude 5 cm. Find displacement, velocity, acceleration after 1/3 seconds starting from the mean position. ഓക്കെ. നമ്മൾ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻ്റ് പഠിച്ചോളൂ കേട്ടോ. നമുക്ക് ഇനി ആംപ്ലിറ്റ്യൂഡും നമുക്ക് അതിൻ്റെ വെലോസിറ്റി, ആംപ്ലിറ്റ്യൂഡൊക്കെ പഠിക്കണം. പേജസ് വിട്ടിട്ടില്ല. ഓക്കെ. ആക്ച്വലി ഇതിന് മുന്നേ ഒരു പേജ് നമുക്ക് വേണമായിരുന്നു കേട്ടോ. ഈ പേജിൽ അതങ്ങ് ചെയ്തു പോവാം കേട്ടോ. കാരണം നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ പഠിച്ചുള്ളൂ. അപ്പം നമുക്ക് ഇനി വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യാനും ആക്സിലറേഷൻ റെപ്രസെൻ്റ് ചെയ്യാനും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമ്മളത് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം ഒരു SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു. അത് ബേസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വെലോസിറ്റി എന്താണ്, അതിൻ്റെ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലാവും. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ x ഈസ് ഈക്വൽ ടു
രണ്ട് രീതിയിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സൈൻ ഒമേഗ ടി എ സൈൻ ഒമേഗ ടി പ്ലസ് φ0. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ കേസിൽ പഠിച്ചു. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് φ0 ആണ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ നേരത്തെ പഠിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം എ സൈൻ്റെ കോസ് ആവും, എന്നിട്ട് ഈ ഉള്ള ടേമിൻ്റെ മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ വരും. എ കോസ് ഇത്രയും ഡെപ്തിൽ പഠിക്കേണ്ട, ഫൈനൽ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് φ0. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് φ0 ആണെങ്കിൽ വെലോസിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് φ0 ആയിരിക്കും. അപ്പോൾ ഇതാണ് വെലോസിറ്റിയുടെ കേസിലെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് വേറൊരു രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഡെറിവേഷനിലോട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ഇക്വേഷന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ വെലോസിറ്റിയെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് എ സൈൻ ഒമേഗ ടി പ്ലസ് φ0 ആണ് എങ്കിൽ വെലോസിറ്റി എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് φ0 ഓർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ കേസിൽ നോക്കിയേ, ഈ കേസിൽ എ മാത്രമാണ് ആ ഒബ്ജക്റ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൽ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. ബട്ട് ബിയുടെ കേസിൽ എ അല്ല. നമ്മൾ എപ്പോഴും പഠിച്ചു ഈ കോസിനോ ഈ സൈനെയോ മുന്നിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എ ആണെങ്കിൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എ ഒമേഗയാണ്. കാരണം എ മാത്രമല്ല, എയുടെ കൂടെ ഒമേഗ എന്ന് പറഞ്ഞൊരു ഫാക്ടറൂടെ വന്നിട്ടുണ്ട്. സോ വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ് എ ഒമേഗയാണ്. കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. ഒരു SHMൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എയും വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ് എ ഒമേഗയാണ്. ഇത് കറക്റ്റാണോ? യെസ്, വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ് എ ഒമേഗയാണ്. അത് നമ്മൾ തിരിഞ്ഞു പോവരുത്. വെലോസിറ്റി എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് φ0. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഒമേഗ നമ്മളറിയാം ആംഗുലർ ഫ്രീക്വൻസി, എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, ഓർ ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് φ0. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നോക്കിയേ, നമുക്കറിയാം എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഈ സൈൻ ഓർ കോസിൻ്റെ മുന്നിൽ കിടക്കുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി മൈനസ് എ ഒമേഗ സ്ക്വയർ അല്ലേ? സോ ഇവിടുത്തെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൈനസ് എ ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ഒമേഗ ആയിരിക്കും. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ വെലോസിറ്റിയെ നമുക്ക് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ആക്സിലറേഷനെ മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് φ0 ഓർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമുക്ക് എക്സ് എ സൈൻ ഒമേഗ ടി പ്ലസ് φ0യുടെ ടൈമിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടത്. എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് φ0, ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എ ഒമേഗ സ്ക്വയർ ബൈ 2 എ ഒമേഗ സ്ക്വയർ ബൈ 2 അല്ല, മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് φ0 എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇത്രയും കേസിൽ എക്സ് എ സൈൻ ഒമേഗ ടി പ്ലസ് φ0യുടെ കേസിലാണ്. ഇനി നമ്മൾ എക്സ് എ കോസ് എ കോസ് ഒമേഗ ടി പ്ലസ് φ0 ആണ് എങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒരു നെഗറ്റീവും കൂടെ വരും. മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് φ0. ടേം മാറും, പക്ഷെ ഒരു നെഗറ്റീവും കൂടെ വരും.
ഓക്കെ, അത് നമ്മൾ ചില സമയത്ത് പ്രോബ്ലത്തിൽ സൈൻ്റെ ടേമിലായിരിക്കും തരുന്നത്, ചില സമയത്ത് കോസിൻ്റെ ആയിരിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ നേരത്തെ ഇക്വേഷനകത്ത് മൈനസ് മുന്നിൽ കൊണ്ടുവരുന്നു. √(a² - x²). ഇനി ആക്സിലറേഷൻ്റെ കേസിൽ -a⍵², നമ്മുടെ ബേസിക് ഇക്വേഷൻ തന്നെ, നേരത്തെ ഇക്വേഷൻ തന്നെ. ആക്സിലറേഷൻ്റെ കേസിൽ മാറ്റമില്ല കേട്ടോ. -ω²x എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് a sin ωt + φ0 അല്ലെങ്കിൽ a cos ωt + φ0, വെലോസിറ്റി a⍵ cos ωt + φ0 ഓർ -a⍵ sin ωt + φ0 വരും. ദാറ്റ് ഈസ് ω × √(a² - x²). നമ്മളിപ്പോൾ കോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് ടേമും കൂടെ വരും, -ω × √(a² - x²). ആക്സിലറേഷന് മാറ്റമില്ല, -a⍵² sin ωt + φ0, ആക്സിലറേഷൻ -ω²x ആണ്. ഏത് ഇക്വേഷൻ ആയാലും ഈ സൈൻ്റെ മുന്നിൽ കിടക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ a⍵ വരും, ഇവിടുത്തെ കേസിൽ ഇവിടെ -a⍵ വരും, ഇവിടെ -a⍵² വരും. ആംപ്ലിറ്റ്യൂഡ് ആണ് ആ ഒരു ക്വാണ്ടിറ്റി എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അപ്പോൾ ഇത് റിലേറ്റഡ് ബാലൻസ് പ്രോബ്ലംസും കൂടെ നമുക്കൊന്ന് ചെയ്തു പോകാം കേട്ടോ. ഓക്കെ, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് SHM ആണ്. അതിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ്സ് എന്ന് തന്നു. ടൈം പീരീഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ T കൊടുക്കാം. 2 സെക്കൻഡ് ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമ്മൾ യൂഷ്വലി ഇപ്പം മീറ്റർ, നമ്മൾ MK സിസ്റ്റം ആണല്ലോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ SI യൂണിറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മളിത് എപ്പോഴും മീറ്റർ ആക്കണം. അപ്പോൾ 5/100, സോ 5/100 that is 0.05 മീറ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താനാണ്. ഇപ്പം നമുക്ക് സൈൻ എടുക്കാം, കോസ് എടുക്കാം. അത് നമുക്കിപ്പോൾ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് സൈൻ്റെയോ കോസിൻ്റെയോ റിസൾട്ട് നമ്മൾ നോക്കുക. ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് കോസാകും. അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലും ചെയ്ത് നോക്കുക. എപ്പോഴും യൂഷ്വലി സൈൻ, ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ സൈൻ ഇടുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം സൈൻ്റെ ഡെറിവേറ്റീവ്സ് എടുക്കുന്നതാണ് എപ്പോഴും ബെറ്ററായിട്ട് പറയുന്നത്. സോ നമ്മൾ സൈൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്യുക. ഓക്കെ, സൈൻ ചെയ്ത് കിട്ടിയില്ല എങ്കിൽ മാത്രം കോസ് എടുക്കുക. കാരണം ആ ടേംസിനകത്ത് കിട്ടിയില്ലെങ്കിൽ കോസ് എടുക്കണം കേട്ടോ. അപ്പം നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആഫ്റ്റർ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ആഫ്റ്റർ ടൈം ഈസ് ഈക്വൽ ടു 1/3. ടൈം 1/3 ആകുമ്പോൾ ഉള്ള ഓരോ ക്വാണ്ടിറ്റീസും കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ y എന്ന് പറയുന്നത് a sin ωt എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ωt + φ0. അപ്പോൾ ഇനിഷ്യലി ഇവിടുത്തെ ഫേസ് എത്ര ആണെന്നൊന്നും പറയുന്നില്ല. അപ്പം φ0യുടെ കാര്യം ഇവിടെ പറയാത്തത് കൊണ്ട് നമുക്ക് φ0 നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, പിന്നെ φ0 നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 കൊടുക്കാം. കാരണം ഫേസ് അവരൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് a sin ωt എന്നുള്ള ഇക്വേഷൻ മാത്രമേ വരുന്നുള്ളൂ. കാരണം ഇനിഷ്യൽ ടൈം 0 ആണ്. അപ്പോൾ നമുക്ക് a sin ωt വരും. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ ഉണ്ട് 0.05 സൈൻ ωt. ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ എത്ര? ഒമേഗ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, 2π/t. 2π/t. ടൈം പീരീഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2. സോ നമ്മുടെ ഒമേഗയുടെ വാല്യൂ പൈ ആണ് കേട്ടോ. പൈ സൈൻ പൈ ടി. ടിയുടെ വാല്യൂ എത്ര? ടൈം 1/3. ഓക്കെ, ഈ പൈ എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് അറിയാം. പൈ എന്ന് പറയുമ്പം എത്ര? 180 ആണല്ലേ. പൈ 180 ആണ് കേട്ടോ. 2π 360. അപ്പോൾ π/3 എന്ന് പറയുമ്പം 180/3. that is equivalent to 60. ഈ സൈൻ 30 cos 60 അതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ പഠിക്കണം. ഇപ്പം ഇവിടെ 180/3 സൈൻ 60 ആണ്.
സൈൻ 30യുടെയും കോസ് 60യുടെയും വാല്യൂ സെയിം ആണ്. വൺ ബൈ ടു. ഓക്കെ, ഇനി സൈൻ 60യുടെയും കോസ് 30യുടെയും വാല്യൂ √3/2. അപ്പം നമ്മളോട് ഇവിടെ എത്ര പറഞ്ഞേക്കുന്നത്? സൈൻ 60 അല്ലേ? സൈൻ 30 കോസ് 60 1/2, സൈൻ 60 കോസ് 30 √3/2. അപ്പോൾ ഇത് സൈൻ 60യുടെ വാല്യൂ √3/2 കൊടുക്കുന്നു. ഓക്കെ, 0.05നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0.025 √3. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഓരോ ക്വാണ്ടിറ്റീസ് ഇട്ട് കൊടുക്കുക. പിന്നെ സൈൻ 30 കോസ് 60 ഇങ്ങനത്തെ കുറച്ച് ടേംസിൻ്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. വെലോസിറ്റിക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ഇതിൻ്റെ സൈൻ്റെ കേസിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ϕ0 വരുവാണ് എങ്കിൽ അടുത്ത ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചത്? വെലോസിറ്റി എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ϕ0. ഇവിടെയും നമ്മൾ ϕ0 എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇവിടുത്തെയും ഫേസ് ഡിഫറൻസ് 0 ആണ്. സോ എയുടെ വാല്യൂ 0.05 ഇൻറ്റു ഇവിടെ ഒമേഗ ഇട്ട് കൊടുക്കണം. ഒമേഗയുടെ വാല്യൂ നമുക്ക് എത്രയായിരുന്നു കിട്ടിയേ? ഒമേഗയുടെ വാല്യൂ π ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, കോസ് ഒമേഗ ടി, ഒമേഗയുടെ വാല്യൂ π, ടിയുടെ വാല്യൂ 3, 180/3 60. കോസ് 60യുടെ വാല്യൂ 1/2. .025π എന്ന് കിട്ടും വെലോസിറ്റിയുടെ വാല്യൂ. ഇക്വേഷൻ നമ്മൾ ബേസിക് ഇക്വേഷൻ്റെ ജസ്റ്റ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. പ്രോബ്ലംസ് ഇടുമ്പോൾ ആരും ടെൻസ്ഡ് ആവരുത്. കാരണം പ്രോബ്ലംസ് കൂടുതൽ സ്കോർ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. തിയറി നമുക്ക് പഠിക്കുന്നത് എളുപ്പമാണ്, ബട്ട് പ്രോബ്ലംസ് മാക്സിമം ചെയ്യുക. അന്നേരം നമ്മൾക്ക് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ്. അപ്പോൾ ഇതിൻ്റെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. അതാണ് ഞാൻ ആ ഇക്വേഷൻസ് നിങ്ങളോട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളത് ഡെറിവേറ്റ് ചെയ്തൊന്നും സമയം കളയേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആണ് എങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, എയുടെ വാല്യൂ -0.05 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എത്രയാണ്? ഒമേഗ എന്ന് പറയുന്നത് പൈ, അതിൻ്റെ സ്ക്വയർ എടുക്കുക. π² ഇൻറ്റു സൈൻ π/3. സൈൻ π/3യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എത്ര? സൈൻ 60 √3/2. സോ -0.05 ഇൻറ്റു π² ഇൻറ്റു സൈൻ √3/2. ആക്സിലറേഷൻ ഞാൻ അല്ലാതിട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെലോസിറ്റി വരെയുള്ള ഉള്ളായിരുന്നു. ആക്സിലറേഷനും കൂടെ ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. ഇത്രയും വലിയ വാല്യൂസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പക്ഷേ ഇങ്ങനത്തെ ചോദിക്കും. ഇങ്ങനത്തെയൊക്കെ കേസിൽ ഇപ്പോൾ √3യുടെ ഒന്നും വാല്യൂ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കാണേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ക്വസ്റ്റ്യനിൽ തരും. പക്ഷേ ഈ ക്വസ്റ്റ്യനൊക്കെ ഇവർ റീഅറേഞ്ച് ചെയ്തിട്ടായിരിക്കും തരുന്നത്. നമുക്ക് കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0.025 √3 അല്ലേ? അവർ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 0.025/√3 എന്നൊക്കെ തരും. അപ്പം നമ്മളതങ്ങ് കറക്റ്റ് ചെയ്യണം. മനസ്സിലായോ? നമ്മുടെ ആൻസറിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്
ഓപ്ഷൻസ് ആയിരിക്കും അവർ തരുന്നത്. സോ നമ്മൾ അതിൽ നിന്നും കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ആക്സിലറേഷൻ വരെ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത്രയും കൂടെ ഒരു ഹയർ ലെവലിലൂടെ ഇട്ടത് നമുക്കതൊന്ന് ചെയ്യുമ്പോൾ ഒരു ഈസിനെസ് ആവുമല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഒരു പാർട്ടിക്കിൾ SHM ഓസിലേറ്റ് ചെയ്യുന്നു. വെയർ ടൈം ഈസ് ഇൻ സെക്കൻഡ്സിലാണ്, എക്സ് മീറ്റേഴ്സിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് T = 0. അപ്പോൾ ടിയുടെ വാല്യൂ നമ്മൾ 0 കൊടുത്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് ഓഫ് ടി എന്നുള്ളത് തന്നിട്ടുണ്ട്. 5 cos, ഇത് SHMൻ്റെ ഇക്വേഷൻ ആണല്ലോ, കാരണം sin ωt ഓർ cos ωt പ്ലസ് 5 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ നമുക്ക് ചോദിച്ചേക്കുന്നത് ടൈം 0 ആകുമ്പോഴല്ലേ. അപ്പോൾ ടൈമിനെ നമ്മൾ 0 കൊടുക്കുന്നു. ടൈം എവിടേക്ക് കിടക്കുന്നോ ആ പൊസിഷനിലെല്ലാം നമ്മൾ 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി ടൈം 1 ആണെങ്കിൽ ടൈം എവിടെ കിടക്കുന്നോ അവിടെ എല്ലാം നമ്മൾ 1 ഇട്ട് കൊടുക്കണം. 5 cos 2π into 0 plus π/4. അപ്പോൾ 5 cos 2π into 0 0 കിട്ടും പ്ലസ് π/4. അപ്പോൾ നമുക്ക് 0യുടെ കൂടെ π/4 കൂട്ടിയാൽ 0 അല്ല സോറി π/4 cos π/4. ഓക്കെ, π എന്ന് പറയുമ്പോൾ 180, 180/4 എന്ന് പറയുമ്പോൾ 90/2, ദാറ്റ് ഈസ് 45. 180 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 അല്ലേ കിട്ടുന്നത്. നമുക്കറിയാമല്ലോ sin 45 cos 45 എല്ലാത്തിൻ്റെയും വാല്യൂ എത്ര? 1/√2. സോ ആൻസർ ഈസ് 5/√2. യൂണിറ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ മീറ്റർ. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് വൺ നമ്മളിവിടെ ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒമേഗ തരണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ബേസിക് ഇക്വേഷനുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. എ കോസ് ωt പ്ലസ് 5 അല്ലേ. അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറയുമ്പോൾ 2π അല്ലേ. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. ടി എന്ന് പറയുന്നത് 2π/ω, ദാറ്റ് ഈസ് 2π/ ഒമേഗയുടെ വാല്യൂ എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഒമേഗ 2π ആണ്. 2π/2π ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ അത് ഏതിലാണ്? ടൈം സെക്കൻഡിലാവുമ്പോൾ ടൈം പീരീഡും എന്തായിരിക്കും? സെക്കൻഡിലായിരിക്കും. നമ്മുടെ ടൈം പീരീഡ് 1 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പം ഇനിഷ്യൽ ടൈമിലുള്ള വെലോസിറ്റി അല്ലേ. ഇനിഷ്യൽ ടൈം നമ്മളിവിടെ ടൈം 0യിലുള്ള വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നല്ല വെലോസിറ്റി കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്യണം. അതിനാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. നമുക്കപ്പോൾ ആ കേസ് നോക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ കോസ് ωt പ്ലസ് 5 ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -Aω sin ωt പ്ലസ് 5. ഞാനല്ലേ പഠിച്ചേ, കോസ് വരുവാണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു മൈനസ് കൂടെ വരും. -Aω sin ωt പ്ലസ് 5. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് നമ്മുടെ ഇക്വേഷനുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പം നമ്മളോട് ഇത് വെലോസിറ്റി അറ്റ് എ ടൈം 0യിലല്ലേ കണ്ടുപിടിച്ചേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം 0 ആയിരിക്കുമ്പോൾ ഉള്ള വെലോസിറ്റി അറ്റ് എ ടൈം =0. അപ്പോൾ നമുക്ക് ഈ ടിയുടെ സ്ഥാനത്ത് 0 കൊടുക്കാം. -Aω sin ടിയുടെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 പ്ലസ് 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ sin 0യുടെ വാല്യൂ എത്ര? sin 0 ആണ്.
φ0 ഇവിടെ 0 ആണ് കേട്ടോ. അപ്പം നമുക്ക് മൊത്തത്തിൽ 0 എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പം നമുക്കൊരു ഇനിഷ്യൽ വെലോസിറ്റി അല്ല, നമ്മളുടെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് -a sin ωt പ്ലസ് φ0 എന്ന് കിട്ടും. മൈനസ് എയുടെ വാല്യൂ എത്ര ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 5, ഒമേഗയുടെ വാല്യൂ ഒമേഗ എന്ന് പറയുന്നത് ഈ ടേം ആണ് 2π ഇൻറ്റു sin ഓഫ് ωt പ്ലസ് φ0. ωt പ്ലസ് φ0 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസിൽ φ0 ഇല്ല. ωt എത്ര? ωt എന്ന് പറയുന്നത് 2π ഇൻറ്റു ടി എത്ര നമുക്ക്? ഇത് ഇനിഷ്യൽ കേസ് അല്ലാത്ത ഒരു കേസാണ് കേട്ടോ പറയുന്നത്. ഇനിഷ്യൽ കേസ് അല്ലാത്ത കേസ് ആകുമ്പോൾ ഇത് 2πt എന്ന് തന്നെ വരും. ഓക്കെ, അപ്പം -10π sin 2πt എന്നുള്ളൊരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു വെലോസിറ്റിയുടെ ഒരു അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തി, നമ്മൾ ടൈം പീരീഡ് കണ്ടെത്തി. നമുക്കിവിടെ ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല, കാരണം നമ്മളോട് ടൈം 0 ആകുമ്പോഴുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. sin 0യുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. cos 0 ആണെങ്കിൽ 1 കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് 0 എന്ന് കിട്ടി. പക്ഷേ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ നമ്മൾ ഈ ക്വാണ്ടിറ്റീസ് എല്ലാം ഇട്ട് കൊടുക്കുന്നു എന്നാണ് നമ്മുടെ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, സോ നമ്മളുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 2-3 പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഒരു പീരിയോഡിക് മോഷൻ, എന്താണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്, പിന്നെ SHM എന്താണ്, SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് ഒന്നെങ്കിൽ സൈൻ്റെയോ അല്ലെങ്കിൽ കോസിൻ്റെയോ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാം, SHMൻ്റെ വെലോസിറ്റി എന്താണ്, SHMൻ്റെ ആക്സിലറേഷൻ എന്താണ്, SHMൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ, SHMൻ്റെ ബേസിക് ഇക്വേഷൻ, ഇങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ SHMൻ്റെ എനർജിയെ പറ്റി ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.